ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് ഹിസ്റ്റോഗ്രാഫിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലാദ്യം ഹിസ്റ്റോഗ്രാഫി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ചരിത്രത്തെ ഒരു അക്കാഡമിക് ഡിസിപ്ലിനായി സമീപിക്കുന്ന ഒരു വിഷയമാണ് ഹിസ്റ്റോഗ്രാഫി എന്നുള്ളത്. അത് ചരിത്രത്തിന്റെ വിവിധ സോഴ്സുകളെയും തിയറിറ്റിക്കൽ അപ്രോച്ചും അതുപോലെ തന്നെ വിവിധ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ എഴുതുന്ന രീതിയാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത്. ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഇസ്ലാമിക ലോകത്ത് വളരെ അഗാധമായ ആഴത്തിലുള്ള കോൺട്രിബ്യൂഷൻ മുസ്ലിങ്ങൾ ചരിത്രപരമായി തന്നെ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഖുർആനിന്റെ ഒരു റോൾ തന്നെ മുൻകാല സമൂഹങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ക്രിട്ടിക്കലായി അനലൈസ് ചെയ്തുകൊണ്ടും അവർക്ക് ലഭിച്ച വേദഗ്രന്ഥങ്ങളെ തന്നെ ക്രിട്ടിക്കലായി നിരൂപണം ചെയ്തുകൊണ്ടും വന്ന ഒരു വേദഗ്രന്ഥം എന്ന നിലയിൽ ഖുർആനിനെ വിശ്വസിക്കുന്ന മുസ്ലിം ചരിത്രകാരന്മാർ അവരുടെ രചനകളിലും ഈ ഒരു നിലപാട് അപ്രോച്ച് സ്വീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതായത് യുക്തിസഹമായ അതുപോലെ തന്നെ സോഴ്സുകൾ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള ഒരു ചരിത്ര വിശകലനം. ആ സോഴ്സുകൾ ഉപയോഗിക്കുന്നതിൽ പോലും ഈ ചരിത്രകാരന്മാർ വളരെ യുക്തിസഹവുമായതും അതുപോലെ തന്നെ നീതിയുക്തവും അതിൻ്റെ കൂടെ അവലംബവും ഉപയോഗിച്ചു കൊണ്ടുള്ള ചരിത്ര രചനകളാണ് ഇസ്ലാമിക ലോകത്തെ ചരിത്ര പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് തന്നെയാണ് ഹിസ്റ്റോറിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സംഭവങ്ങൾ. അത് ഒന്ന് ചരിത്രം എഴുതുമ്പോൾ അതിൽ റാഷണൽ ആവുക, അതുപോലെ തന്നെ യുക്തി സഹമാവുക, അതുകൂടെ തന്നെ അവലംബം ഉണ്ടാവുക, സോഴ്സ്ഫുൾ ആവുക, അതുപോലെ തന്നെ വിവിധ മെത്തഡോളജികൾ ഉപയോഗിക്കുവാൻ കഴിയുക, തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് ഉണ്ടാവുന്ന ചരിത്ര രചനയാവുക. ഇങ്ങനെ നിരവധി അടിസ്ഥാന സംഭവങ്ങൾ തന്നെ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഈ രീതികൾ തന്നെ മുഴുവനും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്ര രംഗത്തെ ചരിത്ര പണ്ഡിതന്മാർ ഇസ്ലാമിക് ഹിസ്റ്ററി കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനമായും രണ്ട് പ്രധാന സോഴ്സുകളാണ് എല്ലാ രംഗത്തെയും ഇസ്ലാമികമായ എല്ലാ വിഷയങ്ങളിലും പ്രധാനമായും സ്വീകരിക്കുന്ന രണ്ട് സോഴ്സുകളാണ്. ഒന്ന് ഖുർആനും മറ്റൊന്ന് ഹദീസും. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകത തന്നെ മുൻകാല സമൂഹങ്ങളെ, അത് ആദം നബി മുതൽ പിന്നീട് വരെയുള്ള സമൂഹങ്ങളെ മുഴുവനും വളരെ അബ്സ്ട്രാക്റ്റായി നിരൂപണം ചെയ്യുകയും ഈ മുൻകാല സമൂഹങ്ങളിൽ അള്ളാഹു തന്നെ അയച്ച നിരവധി വേദഗ്രന്ഥങ്ങളെ അതിനെ നിരൂപണം ചെയ്യുകയും ആ വേദഗ്രന്ഥങ്ങളോട് ആ സമൂഹം കാണിച്ച സമീപനത്തെ വിമർശനാത്മകമായി സമീപിക്കുകയും എന്നിട്ട് അതിനൊരു മറുപടി എന്ന നിലയിലാണല്ലോ ഖുർആൻ തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ചരിത്രകാരന്മാർക്ക് പ്രധാനപ്പെട്ട ഒരു സോഴ്സായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം മുൻകാല വേദഗ്രന്ഥങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രം നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വേദഗ്രന്ഥങ്ങളിൽ തന്നെ വന്ന പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ആ വേദഗ്രന്ഥങ്ങളിൽ ഒരുപാട് മാറ്റിത്തിരുത്തലുകളും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായി എന്ന് ഖുർആൻ തന്നെ പരാമർശിക്കുന്നത് കൊണ്ട് പിന്നീട് ഖുർആൻ ഈ സമൂഹത്തെ നിർണയിക്കുന്നതിൽ, സമൂഹത്തെ അളന്നെടുക്കുന്നതിൽ പ്രധാന ഒരു ടൂളായി മാറുകയാണ് ചരിത്രകാരന്മാരുടെ മുമ്പിൽ മാറുന്നത്. അപ്പോൾ അത് തന്നെ ഖുർആൻ തന്നെ ഒരു സോഴ്സായി മാറുന്നതിന്റെ അടയാളമാണ്. രണ്ടാമത് ഹദീസാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ, ആക്ഷനുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ അനുമതി, ഇത് മുഴുവനും ഉൾക്കൊള്ളുന്ന ഹദീസ് അല്ലെങ്കിൽ സുന്നത്തി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ പ്രമാണം, വിശ്വാസ പ്രമാണം, ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ശരീഅത്തിന്റെ വിശ്വാസ പ്രമാണം, അത് തന്നെ ഹിസ്റ്ററിയുടെ പ്രധാന അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് എന്ന് പറയാൻ കാരണം ഈ ഹദീസുകൾ ശരീഅത്തിന്റെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങളായി മാറുന്നത് കൊണ്ട് ആ ഹദീസുകളുടെ ഒരു സ്വീകാര്യത, ഹദീസുകളുടെ പ്രാമാണികത, ഹദീസിന്റെ അതോറിറ്റിയും ഓതന്റിസിറ്റിയും നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിം പണ്ഡിതരുടെയും ചരിത്രകാരന്മാരുടെയും കടമയായി എന്നത് അതിന്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഇൽമുർ റിജാൽ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസിന്റെ പ്രധാന വിജ്ഞാന ശാഖകളൊക്കെയും യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിക് ഹിസ്റ്റോറിയോഗ്രഫിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നതാണ്
ചരിത്രകാരന്മാർ തന്നെ കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്നത് മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ഈ മുസ്ലിം ചരിത്രകാരന്മാരെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ രചനകളിൽ പ്രധാനമായും കടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിന്നീട് വന്ന സമൂഹത്തിന്റെയും ജീവിത ചരിത്രങ്ങളാണ്. അത് ഈ ഹദീസുകൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടും ആ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ട്രാൻസ്മിറ്ററിന്റെ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ജീവിത ചരിത്രത്തിലേക്കും പോലും കടന്നു പോവാൻ തക്ക രീതിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററി അത്രത്തോളം വിശദമായി വായിച്ചെടുക്കുകയും അത്രയും വിശദമായി തന്നെ എഴുതുകയും ചെയ്ത പണ്ഡിതന്മാരുടെ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിസ്റ്റോറിയോഗ്രഫിയിൽ മുസ്ലിം ചരിത്ര പണ്ഡിതന്മാർക്ക് ഇത്രയും വലിയ സേവനമാണ് ഉള്ളതെന്ന് ചരിത്ര ലോകം തന്നെ പ്രധാനമായും എടുത്തു പറയുന്നത്. ഇത് മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഖുർആനും ഹദീസും പ്രധാനപ്പെട്ട ഈ ഹിസ്റ്റോറിയോഗ്രഫിയുടെ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പ്രധാന സോഴ്സായി മാറുന്നത്? കാരണം പണ്ഡിതന്മാർ തന്നെ, ഈ പറയുന്ന ഇബ്നു ഖൽദൂൻ ആവട്ടെ, തൊബരി ആവട്ടെ, ഇബ്നു ഇസാഖ്, ഇബ്നു ഹിഷാം അടക്കമുള്ള ഏതൊരു ചരിത്ര പണ്ഡിതന്മാരെയും എടുത്തു നോക്കുമ്പോഴും അവർ പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം, അതായത് ശരിയായ പാതയ്ക്ക്, ഒരു സ്ട്രെയിറ്റ് പാത്തിന് വേണ്ടത് ശരിയായ ചരിത്രമാണ്, കറക്റ്റായ ഒരു ചരിത്രമാണ്, ഒരു ചരിത്ര വായനയാണ്, ചരിത്രത്തെക്കുറിച്ചുള്ള ബോധമാണ്. കാരണം ഖുർആനിൽ തന്നെ ഇബ്രത്ത് എന്ന് ഗുണപാഠം എന്ന രീതിയിലാണ് ഖുർആൻ മുൻകാല സമൂഹങ്ങളുടെ ചരിത്രത്തെ സമീപിക്കുന്നത്. അപ്പോൾ കറക്റ്റായ ശരിയായ ഒരു ചരിത്രം ലഭിക്കുമ്പോഴാണ് ശരിയായ ഒരു പാത നമുക്ക് ലഭിക്കുന്നത് എന്ന് ഈ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ, അതുപോലെ തന്നെ മുസ്ലിം ചരിത്രകാരന്മാരുടെ രചനകളിലെല്ലാം ഒരു തിയോളജിക്കൽ ഡയമെൻഷൻ കൂടി നമുക്ക് ചേർത്ത് വായിക്കുവാൻ കഴിയും. ആദ്യകാല എല്ലാ ചരിത്രകാരന്മാരും അവരുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ലോക ഉൽപ്പത്തി മുതൽ, ഈ പ്രപഞ്ചത്തിന്റെ രൂപീകരണം മുതൽ, ആദം നബി മുതൽ പിന്നീട് അവരുടെ കാലഘട്ടം വരെയുള്ള ഒരു നീണ്ട ചരിത്രത്തെയാണ് മധ്യകാലഘട്ടത്തിലെ ഈ ചരിത്രം എഴുതാൻ തുടങ്ങുന്ന മുസ്ലിങ്ങളുടെ ചരിത്ര കാലം മുതൽ എല്ലാ ചരിത്ര പണ്ഡിതന്മാരും ഈ ഒരു രീതിയാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ സാമൂഹികമായ, സാംസ്കാരികമായ, അതുപോലെ തന്നെ സാമ്പത്തികമായ എല്ലാ തരം കണ്ടീഷൻസിനെയും അവസ്ഥകളെയും ചിത്രീകരിക്കുന്നതാണ് ഈ ഹിസ്റ്ററിയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇസ്ലാം എപ്പോഴും ഒരു സമൂഹത്തിന്റെ ശരിയായ ചരിത്രത്തെ കാണിക്കുവാൻ, പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഇസ്ലാമിക് ഹിസ്റ്റോറിയോഗ്രഫിയിലോ അല്ലെങ്കിൽ ഹിസ്റ്റോറിയന്മാരുടെയും പ്രധാന ഒരു ഫ്രെയിംവർക്കായി മാറാൻ കാരണമായിട്ടുണ്ട്. അതുകൂടെ തന്നെ മുസ്ലിങ്ങളുടെ ചരിത്രപരമായ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് അത് ഈ ചരിത്രത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അത് കൂടാതെ വേറെ ചില പോയിന്റുകൾ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് പൈതൃകത്തെ സംരക്ഷിച്ചു നിർത്തുക, അതുപോലെ തന്നെ പാസ്റ്റുമായിട്ടുള്ള, അവരുടെ ഭൂതകാലവുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുക, അതുപോലെ തന്നെ മുസ്ലിം ജീവിത രീതിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും മുൻകാല സമൂഹങ്ങൾ വന്ന പരിവർത്തനങ്ങളെ കുറിച്ചുമുള്ള ഒരു ബോധം, അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒറിജിനിന്റെ വിവിധ ഘട്ടത്തിലുള്ള ഗ്രാജുവൽ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഒരു ബോധം മുസ്ലിമിന് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്ന ഇസ്ലാമിക ആശയം തന്നെയാണ് ഒരു മുസ്ലിം ഹിസ്റ്റോറിയനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സംഭവമായി അവരുടെ ഫ്രെയിംവർക്കായി മാറിയതെന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുസ്ലിം ചരിത്രകാരന്മാർ സ്വീകരിച്ച പ്രധാനപ്പെട്ട രീതികൾ, ഒന്ന് ഓതന്റിസിറ്റിയാണ്. പറയുന്ന കാര്യത്തിൽ വ്യക്തതയും ക്ലിയറും നിർണയവും നിശ്ചയവുമുള്ള വളരെ നിയതമായ കാര്യമാവണം എന്ന് പറയുന്ന ഒരു ഓതന്റിസിറ്റി അവർ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഒരു അതോറിറ്റി, പറയുന്ന കാര്യങ്ങൾ യാതൊരു ശക്കുമില്ലാതെ, സംശയവുമില്ലാതെ, ശങ്കയുമില്ലാതെ പറയാൻ പറ്റുന്നതാവണം. മറ്റൊന്ന് റിയലബിലിറ്റി ആവണം. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും എല്ലാവരും പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായമാവണം. ഇതൊരു ഷാദായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള അഭിപ്രായം എന്നതിലുപരി എല്ലാവരും സ്വീകരിക്കുന്ന, എല്ലാവരും അവലംബിക്കാവുന്ന ഒരു തെളിവുള്ളതായി മാറണം എന്നുള്ളതാണ് ഈ പണ്ഡിതന്മാർ വെച്ച പ്രധാനപ്പെട്ട നിബന്ധനകൾ. മറ്റൊന്ന്, ഇതിനൊരു ക്രോണോളജി ഉണ്ടാവണം, ഇതിനൊരു കണക്ഷൻ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അസ്മാഉ റിജാൽ പോലുള്ള ഉലൂമുൽ ഹദീസിന്റെ ചർച്ചകളിലെല്ലാം ഇസ്നാദ് എന്ന് പറയുന്ന എല്ലാ കണ്ണുകൾ മുറിയാത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഹിസ്റ്റോറിയോഗ്രഫി സംസാരിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. കണ്ണുകൾ മുറിയാത്ത ഒരു ഹദീസിന്റെ റിപ്പോർട്ടിന്റെ ഒരു ബലം, ആ ഒരു രീതി തന്നെയും ചരിത്രം വിശദീകരിക്കുന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർ
സ്വീകരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ സ്വീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട രീതി, മുൻകാലങ്ങളിൽ ഉള്ള മതവേദ ഗ്രന്ഥങ്ങളെയും മുൻകാല ചരിത്ര രചനകളെയും വളരെ ക്രിട്ടിക്കലായി, അതായത് പ്രൊഡക്റ്റീവായ ഒരു പ്രൊഡക്റ്റീവ് ക്രിറ്റിസിസം എന്ന സമീപനം സ്വീകരിച്ചതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനും ഹദീസും എന്ന സോഴ്സിന് ഉപരി എന്നതുപോലെ തന്നെ ഈ ബൈബിള് പോലുള്ള, തോറ പോലുള്ള വിവിധ വേദഗ്രന്ഥങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാർ ഈ ചരിത്രം വിശദീകരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതായും, ഈ തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി മുസ്ലിം പണ്ഡിതന്മാർ വളരെ വളരെ സൂക്ഷ്മമായി ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. എന്നതുപോലെ തന്നെ വേറെയും ചില പ്രത്യേകത നമുക്ക് കാണുവാൻ, എന്തുകൊണ്ടാണ് അറബികൾ അവരുടെ ചരിത്ര വിശദീകരണത്തിൽ ഇത്രത്തോളം താല്പര്യം കാണിച്ചത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അറബികൾ അവരുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ വളരെ അഭിമാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പ്രോഫറ്റ് മുഹമ്മദിന്റെ 20ഓളം തലമുറകളുടെ പേരുകൾ, പിതാക്കളുടെ പേരുകൾ പഠിക്കുന്ന പാട്ടുകൾ പോലും മുസ്ലിം സമൂഹത്തിൽ ഫേമസ് ആയതും ഈ ഒരു പ്രൗഡ് ഫീലിംഗിൽ നിന്ന് രൂപപ്പെട്ടതാണ്. മറ്റത് തന്നെ ഓറൽ ട്രഡീഷൻ, അതായത് വാമൊഴി കഥകളുടെ ചരിത്രവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത്രത്തോളം വാമൊഴി കഥകൾ അറേബ്യൻ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അത് പിന്നീട് എഴുതി ചേർക്കുന്ന രീതിയിലേക്ക് മാറ്റിയതാണ് മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഓരോ അറബ് ജനതയും അവരുടെ നോബിലിറ്റി, അവരുടെ ഒരു പ്രസ്റ്റേജ് സ്വഭാവം, സവിശേഷത, സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന ആഢ്യത്വം, അവരവരുടെ ഒരു ഫഹർ എന്നിവയൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ജീനിയോളജി കാത്തു സൂക്ഷിക്കുക എന്ന സ്വഭാവവും അറബികൾക്കുണ്ടായിരുന്നു. ഈ ഒരു സ്വഭാവങ്ങളെല്ലാം ഒരു മുസ്ലിം ഹിസ്റ്റോറിയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും അല്ലെങ്കിൽ അവരും അവരുടെ രചനകൾ സൂക്ഷിച്ചിരുന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുകൂടാതെ തന്നെ പോയട്രി, വിവിധ തരത്തിലുള്ള കവിതകളിലൂടെ അറബ് സമൂഹത്തിന്റെയും വിവിധ സമൂഹത്തിന്റെയും ചരിത്രം പറഞ്ഞു വെക്കുന്ന രീതികളും അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. കവിതകളല്ലാതെ തന്നെ വിവിധ രീതിയിലുള്ള ഫോക്ലോർ ലിറ്ററേച്ചറുകളും അറബികൾക്കിടയിൽ അന്ന് നിലവിലുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള വിവിധ ലിറ്ററേച്ചറിന്റെ വിവിധ ഭാഗങ്ങൾ മുഴുവനും ഹിസ്റ്ററിയുടെ ഒരു പ്രധാന തെളിവുകളായി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മധ്യകാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ രചനകളിലെല്ലാം കവിത ഉദ്ധരിക്കുക എന്നത് പ്രധാനപ്പെട്ട തെളിവിന്റെ ഒരു ഭാഗമായി മാറിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ കൂടെ തന്നെയാണ് അവർ ഇസ്രായേലിയാത്ത് എന്ന് വിളിക്കപ്പെടുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ, തൗറ, അതിൽ വന്ന കഥകളിലൂടെ അറേബ്യൻ സമൂഹത്തിൽ കൂടുതൽ ഖ്യാതി ലഭിച്ച ഈ ക്രിസ്ത്യൻ കഥകൾ പോലും ഈ രചനകളുടെ ഭാഗമായി മാറിയത് ഈ വാമൊഴികളുടെ ഒരു തെളിവായി, ഓറൽ ട്രഡീഷനെ ഒരു തെളിവായി സ്വീകരിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് അറബിയൻ സമൂഹം ഹിസ്റ്റോറിയോഗ്രഫിനെ സമീപിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മെത്തേഡുകൾ അറേബ്യൻ സമൂഹം സ്വീകരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖബർ എന്ന രീതി. വ്യക്തമായ ഇസ്നാദോട് കൂടി തന്നെ ഖബർ എന്ന അല്ലെങ്കിൽ റിപ്പോർട്ടിനെ ഉപയോഗിക്കുന്ന ഒരു രീതി. കാരണം അത് ഉലൂമുൽ ഹദീസിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഇസ്നാദ്, സനദ് കറക്റ്റ് ആവുക, മുത്തവാത്തിറാവുന്ന, മുഴുവൻ കണക്റ്റഡ് ആവുന്ന ഒരു രീതി സ്വീകരിക്കേണ്ടത് ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. എന്നതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ അവർ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഖബറിനെ ഇസ്നാദുള്ള, മുഴുവൻ ബ്രോക്കൺ അല്ലാത്ത ചേർന്ന ഒരു ഖബറിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിൽ അങ്ങനെ റിപ്പോർട്ടുകൾ ഉപയോഗിച്ചുള്ള ചരിത്രരചനകൾ നമുക്ക് കാണുവാൻ കഴിയും. തഖിയുദ്ദീൻ ഇബ്നു മഖ്രിസി അദ്ദേഹം ഈ ഖബറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പറയുന്നത് നമുക്ക് കാണുവാൻ. അദ്ദേഹം പറയുന്നത് മൻഖൂലായ, അതായത് റിവീൽഡ് ആയ, ടെക്സ്റ്റുവലായ, അതുപോലെ തന്നെ റാഷണലായ, മഅഖൂലായ ഈ രണ്ട് വിവരവും ചരിത്രരചനയിൽ അനിവാര്യമാണ്. ഇത് രണ്ടുമില്ലാതെ ചരിത്രത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല. അതിനാദ്യം പറയണത് മൻഖൂൽ എന്ന ഫെയ്ത്ത് അനിവാര്യമാണ്.
അതില്ലാതെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമില്ലാതെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്ര ബോധമില്ലാതെ ശരിയായ ഒരു ചരിത്രം എഴുതുവാൻ കഴിയുകയില്ല എന്നാണ് തഖിയുദ്ദീൻ ഇബ്നു മഖ്രിസി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇത്. മൻഖൂലുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ, രണ്ടാമത് റീസണുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്ന ചരിത്ര പണ്ഡിതന്മാരെല്ലാം പറയുന്നത് നമ്മൾ പറയുന്ന വിഷയം ഓതന്റിക് ആവണം. അതുപോലെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന തെളിവുകൾ അത് ക്ലിയർ ആവുകണം. ആയിട്ട് വേണം ഒരു ചരിത്രത്തെ നമ്മൾ സമീപിക്കേണ്ടത്. ആ ചരിത്രം സമീപിക്കുമ്പോൾ സ്വാഭാവികമായും ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണ വേണം. അതുകൊണ്ട് തന്നെ ഈ റീസണബിൾ ആയ ഒരു ചർച്ചയിലാണെങ്കിൽ പോലും മുൻകാല സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഹദീസിനെ പോലുള്ള വിവിധ വിവരങ്ങളും വിജ്ഞാനവും ഇല്ലാതെ ചരിത്രത്തെ സമീപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒന്ന് ഖബർ പോലെ, അതുപോലെ തന്നെ ഹദീസിനെ കുറിച്ചുള്ള വിജ്ഞാനം സ്വാഭാവികമായും അറേബ്യൻ സമൂഹത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന്റെ അടിസ്ഥാന സംഭവമായി മാറുന്നത് കൊണ്ട് അത് പ്രോഫറ്റിക് ടീച്ചിങ്ങിനെ കുറിച്ചും ആക്ഷനെ കുറിച്ചും പ്രോഫറ്റിന്റെ മുഴുവൻ ബയോഗ്രഫിയും ധാരണ ഉണ്ടാവണം എന്ന ചരിത്ര പണ്ഡിതന്മാർ ഹിസ്റ്റോറിയോഗ്രഫിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതാണ് സീറ എന്നത് ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം അതില് പ്രധാനമായും സീറ കണക്ട് ചെയ്യുന്നത് പ്രോഫറ്റ് മുഹമ്മദുമായി ബന്ധപ്പെട്ടതാണ്. അറേബ്യൻ സമൂഹത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് പ്രീ ഇസ്ലാമിക് എറ എന്നും പിന്നെ ഇസ്ലാമിക് എറ എന്ന് പറയുന്ന രണ്ട് തലങ്ങളാണല്ലോ പൊതുവെ വെക്കാറുള്ളത്. സ്വാഭാവികമായും ജാഹിലിയ പീരീഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്രീ ഇസ്ലാമിക് പീരീഡ് എന്ന് വിളിക്കപ്പെടുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി കവിതകളിലൂടെയും ഓറൽ ഹിസ്റ്ററിയിലൂടെയും അറബികൾക്കിടയിൽ വ്യാപിച്ചിരുന്നത് കൊണ്ട് അത് ഉപയോഗിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇസ്ലാമിക് ഇറ എന്ന് വിളിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ പകർത്തിവെക്കുന്ന ഒരു രീതി മുസ്ലിങ്ങൾ സ്വീകരിച്ചതും അതുപോലെ തന്നെ ഹദീസിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടായതുകൊണ്ടും അത് സീറ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തെ പ്രധാന വിഷയമായി മാറുകയാണ് ചെയ്യുന്നത്. അബാൻ ഇബ്നു ഉസ്മാൻ, ഉർവ ഇബ്നു സുബൈർ ഇബ്നു അവ്വാം, സുഹരി, ഇബ്നു ഇസ്ഹാഖ് അടക്കമുള്ള വിവിധ പണ്ഡിതന്മാർ, തൊബരി അടക്കമുള്ള പിൽക്കാലത്ത് വന്ന ഏകദേശം എല്ലാ തരത്തിലുമുള്ള മുസ്ലിം ചരിത്രകാരന്മാരും സീറ ഒരു പ്രധാന സംഭവമായി മധ്യകാലഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര മെത്തഡോളജി രീതിയാണ് മഗാസി എന്ന് പറയുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിൽക്കാലത്ത് ചെയ്ത എല്ലാ യുദ്ധങ്ങളെയും അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രരചനയുടെ ഭാഗമാണ് മഗാസി എന്ന് പറയുന്ന ഭാഗം. അതിൽ യുദ്ധങ്ങളുടെ വിശദീകരണമായിരിക്കും ഉണ്ടാവുക. ആ യുദ്ധങ്ങളുടെ വിവിധ യാത്രകളെക്കുറിച്ച് നമുക്ക് അതിൽ കാണുവാൻ കഴിയും. അതിലുണ്ടായിരുന്ന മുറിവുകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ആർമിയുടെ ലീഡർ, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ബാറ്റിൽ നടത്തിയ വിവിധ സ്ട്രാറ്റജികൾ, അതുപോലെ തന്നെ ഈ സംഭവം വിശദീകരിക്കുമ്പോൾ വളരെ സുന്ദരമായ അറബി ഭാഷ കൈകാര്യം വേണമെന്ന് അവർ പ്രധാനമായും കണക്കൂട്ടിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതിന് തന്നെ അബാൻ ഇബ്നു ഉസ്മാൻ, ഉർവ ഇബ്നു സുബൈർ, സുഹരി അടക്കമുള്ള വാഖദി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാർ ഈ ഒരു ചരിത്ര രചന മഗാസി എന്ന് പറയുന്ന ഭാഗത്ത് വിവിധ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെങ്കിൽ മഗാസിയിൽ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിന്നീട് വന്ന ഖുലഫാക്കളുടെയും ചരിത്രം പറയുമ്പോൾ സംഭവങ്ങളുടെ തെളിവുകളുടെ പിൻബലമില്ലാതെ വിശദീകരിക്കാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് ഖബറിൻ്റെയും ഇസ്നാദുകളുടെയും ഹദീസുകളുടെയും അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ തരത്തിലുള്ള ചരിത്രരചനയും എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് കൂടാതെ തന്നെ ഫുതുഹാത്ത് എന്ന രീതിയിൽ മറ്റൊരു ചരിത്രരചനാ ഭാഗമുണ്ട്. വിക്ടറികൾ, യുദ്ധം ഉണ്ടായ അതിലുള്ള വിക്ടറികളെ കുറിച്ചിട്ടുള്ള വിവിധ ചരിത്രരചനകൾ നമുക്ക് കാണുവാൻ കഴിയും. അൽ അസ്ദി അദ്ദേഹത്തിൻ്റെ ഫുതുഹാത്തു ഷാം, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹക്കം അദ്ദേഹത്തിൻ്റെ ഫുതുഹാത്തുൽ മിസർ എന്നീ രചനകളെല്ലാം ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്.
മറ്റൊരു വൈജ്ഞാനിക ചരിത്ര വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗമാണ് അൻസാബ് എന്ന രീതിയിലുള്ള ജീനിയോളജികൾ. അത് പ്രീ ഇസ്ലാമിക് സംഭവങ്ങൾ വിശദീകരിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള റിദ്ദകളെക്കുറിച്ചും ഫുതുഹാത്തിനെക്കുറിച്ചും ഫിത്നകളെക്കുറിച്ചുമുള്ള വിവിധ രചനകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ അൻസാബ് എന്ന് പറയുന്ന ചരിത്ര ഭാഗം. അൻസാബുൽ അഷ്റഫ് എന്ന് വിളിക്കുന്ന അൽ ബലാദുരിയുടെ ഒരു രചന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്നാണ് തൊബക്കാത്ത് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ചരിത്ര രചനയുടെ ഭാഗം. വിവിധ സമൂഹത്തിലെ വിവിധ ലെയറുകളുടെ ഒരു സംഭവത്തിൻ്റെ വിവിധ ലെയറുകളെ വിശദീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് തൊബക്കാത്ത് എന്നുള്ള പദം അതിന് സ്വീകരിച്ചിരിക്കുന്നത്. തൊബക്കാത്തു തിബ്ബ, അതുപോലെ തൊബക്കാത്തുൽ ഫുഖഹ, അൽ ഷിറാസിയുടെ ഈ രചനകൾ ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. ഇസ്ലാമിക ചരിത്ര രംഗത്ത് നിരവധി സംഭാവനകൾ അർപ്പിച്ച ചില പണ്ഡിതന്മാരെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനയും ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ രചനകളായി പരിഗണിക്കപ്പെടുന്നതാണ്. 704 മദീനയിൽ ജനിക്കുകയും 767 ബാഗ്ദാദിൽ മരണപ്പെടുകയും ചെയ്ത ഇബ്നു ഇസ്ഹാഖ് ഖലീഫ മൻസൂറിൻ്റെ കാലത്താണ് ബാഗ്ദാദിൽ എത്തിച്ചേരുന്നത്. സിയർ അടക്കമുള്ള, അതായത് ബയോഗ്രഫികൾ അടക്കമുള്ള വിവിധ രചനകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രമുഖ പണ്ഡിതനായ സുഹരിയുടെ സ്റ്റുഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രചനകളും ചിന്തകളും ഇദ്ദേഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മഗാസി, സീറ, ഇസ്നാദ് അടക്കമുള്ള വിവിധ രീതികളും ചരിത്ര ഭാഗങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ രചനയിൽ പ്രകടമാണ്. കിതാബുൽ ഖുലഫ, അൽ മുബത്തദ വൽ ബഹസ് വൽ മഗാസി തുടങ്ങിയ രചനകൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കിതാബുകളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ ഹസനാണ്, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന അനുകൂലമായ ചരിത്രരചനയാണ് സ്വീകരിച്ചതെന്നും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയും വളരെ പ്രബലമാണ് എന്ന രീതിയിലാണ് ചില പണ്ഡിതന്മാർ ഇദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സ്വാഭാവികമായും പണ്ഡിത ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ ചരിത്രരചനയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹസൻ, മഗാസി പോലുള്ള വിഷയങ്ങളിൽ ചരിത്രവും അതുപോലെ തന്നെ മിലിറ്ററി എക്സ്പെഡിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇബ്നു ഇസ്ഹാഖിനെ കൂടുതൽ റെഫർ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അൽ വാഖിദി. 747 ജനിക്കുകയും 823 മദീനയിൽ മരണപ്പെടുകയും ചെയ്യുന്ന ഇദ്ദേഹം മാലിക് ഇബ്നു അനസ്, അസ്സൂരി, അബു ഹനീഫ, ജാഫർ അൽ സാദിഖ് അടക്കമുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെയും താബികളുടെയും ശിഷ്യനും കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഹാറൂൺ റഷീദിൻ്റെ കാലത്തും മഅ്മൂൻ്റെ കാലത്തും ഖാളിയായി അദ്ദേഹം ഖിലാഫത്തിൽ സേവനമനുഷ്ഠിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ കിതാബ് താരിഖ് വൽ മഗാസി എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട രചന ഇദ്ദേഹത്തിൻ്റേതാണ്. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും രചനകൾ എഴുതിയതായും നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ പല രചനകളും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, പലതും ഇന്നും ലഭ്യമല്ല. നിരവധി പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ രചനാ ശൈലിയെക്കുറിച്ചും ഉള്ളടക്കത്തെക്കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സ്വീകാര്യതയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫാബ്രിക്കേഷനുകൾ, ഇദ്ദേഹം പലതും പുതുതായി ഉണ്ടാക്കിയതാണെന്നും ചിലത് കെട്ടി ഉണ്ടാക്കിയതാണെന്നും കള്ളക്കഥകളാണെന്നും തരത്തിലുള്ള വിവിധ അഭിപ്രായങ്ങൾ വാഖദിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും ഇബ്നു ഹജറുൽ അസ്ഖലാനി അടക്കമുള്ള മറ്റു ചില പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ യുദ്ധസന്ദർഭങ്ങളുടെ വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കാര്യത്തിലും അൽ വാഖദിയുടെ രചനകൾ കൂടുതൽ സ്വീകാര്യമാണ് എന്ന് പറയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഇബ്ൻ ഖൽദൂൻ. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന അദ്ദേഹം തിയോളജിക്കൽ വ്യൂ പോയിൻ്റ് ചരിത്രരചനയിൽ മതപരമായ ഒരു കാഴ്ചപ്പാടിൽ കൂടി തന്നെ കണ്ട അതിൻ്റെ ഒരു അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ച ആളാണ്. കിതാബുൽ ഇബർ എന്ന് വിളിക്കപ്പെടുന്ന രചനയുടെ മുഖദ്ദിമ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചരിത്രവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ സോഷ്യോളജി, ഹിസ്റ്റോറിയോഗ്രഫി, ജിയോളജി, ആന്ത്രോപോളജി അടക്കമുള്ള വിവിധ സോഷ്യൽ സയൻസിൻ്റെ വൈജ്ഞാനിക ശാഖകളിലെല്ലാം ഒരു തുടക്കമായി വെസ്റ്റേൺ പണ്ഡിതന്മാർ പോലും അംഗീകരിച്ച
ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് കിതാബുൽ ഇബറിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. സ്വാഭാവികമായും ഇബ്നു ഖൽദൂൻ ഒരു എൻസൈക്ലോപീഡിക് വിജ്ഞാനത്തിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രരചനയിലും തിയോളജിക്കൽ ഡൈമെൻഷൻ കൂടുതൽ പ്രകടമാണ്. അതിൻ്റെ കൂടെ തന്നെ വിഷയങ്ങളെ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കൂടി എങ്ങനെ കാണണം, അതിലും സവിശേഷമായി ചരിത്രത്തെ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കൂടി എങ്ങനെ കാണണമെന്ന് വിശദീകരിച്ച ആളാണ് ഇബ്നു ഖൽദൂൻ. ഈ ടെക്സ്ച്വൽ വിശദീകരണം പറയുമ്പോൾ തന്നെ റീസണബിളായ, ലോജിക്കലായ, റാഷണലായ ഒരു ചരിത്രരചനയിൽ കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശസ്തരായ അൽ മസൂദി അടക്കമുള്ള വിവിധ ചരിത്രകാരന്മാർ തന്നെ അവരുടെ കഥകളിൽ വന്ന ഒരുപാട് കെട്ടുകഥകളെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെയല്ല ചരിത്രം എഴുതേണ്ടതെന്ന് ഇബ്നു ഖൽദൂൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു സമൂഹത്തിൻ്റെ ഉത്ഥാന പതനത്തെയും അവരുടെ വളർച്ചയെയും ചരിത്രപരമായ തന്നെ കാരണങ്ങളാലും ആശയപരമായ, തിയോളജിക്കലായ, സാംസ്കാരികമായ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ തന്നെ എങ്ങനെയാണ് ഉയരുന്നതെന്നും പതനം സംഭവിക്കുന്നതെന്നും അദ്ദേഹം ചരിത്രപരമായി തന്നെ വിശദീകരിക്കുന്നതും നമുക്ക് മുഖദ്ദിമയിൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു തരത്തിൽ ഹിസ്റ്ററിയെ കൂടുതൽ റീസണബിളായി സമീപിച്ച ഇബ്നു ഖൽദൂൻ്റെ ചിന്തകളാണ് പിന്നീട് യൂറോപ്യൻ നവോത്ഥാനത്തിന് തന്നെ പ്രധാന കാരണക്കാരായി മാറിയതെന്ന് യൂറോപ്യൻ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് തൊബരി. 839 ജനിക്കുകയും 923 ബാഗ്ദാദിൽ മരണപ്പെടുകയും ചെയ്ത ഇമാം തൊബരി, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തഫ്സീർ തൊബരി അതുപോലെ തന്നെ താരീഖ് തൊബരി എന്ന 2 രചനകളും ഇസ്ലാമിക ലോകത്ത് ഒരുപോലെ തന്നെ സ്വീകരിക്കപ്പെടുന്ന രചനകളാണ്. പ്രമുഖ പണ്ഡിതൻ ദാവൂദ് ലാഹിരിയുടെ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം താരീഖ് റുസുൽ വൽ മുലൂക്ക് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകർത്താവും കൂടിയാണ്. ലോക ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ 915 വരെയുള്ള സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചരിത്രം എഴുതുന്നത്. അത് കിഴക്കൻ പ്രദേശങ്ങളിലെ ചരിത്രമാവട്ടെ, മുൻകാല പ്രവാചകന്മാരും വിവിധ നേതാക്കളും ഭരണകർത്താക്കളുടെയും ചരിത്രവും, അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യമായിരുന്ന സാസാനി സാമ്രാജ്യത്തിൻ്റെ ചരിത്രവും അടക്കം വിവിധ ചരിത്രങ്ങളെയും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മുതൽ ഉമയ്യ ഖിലാഫത്തിൻ്റെ പരാജയവും അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സമൂഹത്തിൻ്റെ ജീനിയോളജിയും കവികളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും ഗോത്ര സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചും ഈ താരീഖുൽ റുസുൽ വൽ മുലൂക്കിൽ നമുക്ക് കാണുവാൻ കഴിയും. അബ്ബാസി ചരിത്രകാരന്മാരുടെ അബ്ബാസി ഖിലാഫത്തിൻ്റെ തന്നെ തുടക്കത്തെയും അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിലുണ്ടായ ഈജിപ്റ്റ് അടക്കമുള്ള നോർത്ത് ആഫ്രിക്ക, സ്പെയിൻ അടക്കമുള്ള വിവിധ രാജവംശങ്ങളുടെ വിവിധ പ്രദേശങ്ങളിലെ രാജവംശങ്ങളുടെ ചരിത്രവും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ചരിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന മുൻഗാമികളായ ചരിത്ര പണ്ഡിതന്മാരുടെ തന്നെ രചനകളെ തന്നെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെഴുതിയതായും നമുക്ക് കാണുവാം. മറ്റൊരു പ്രധാനപ്പെട്ട രീതി, മുൻകാല ചരിത്ര പണ്ഡിതന്മാരെല്ലാം ടെക്സ്ച്വൽ ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കുന്ന പശ്ചാത്തലത്തിൽ മതപരമായ വർത്തമാനങ്ങൾക്ക് കൂടുതൽ സാധ്യത, അതിന് കൂടുതൽ സാന്നിധ്യം നൽകുമ്പോൾ ഇദ്ദേഹം കൂടുതൽ റിയലിസ്റ്റിക്കായി, കൂടുതൽ പ്രാഗ്മാറ്റിസ്റ്റിക്കായി ചരിത്രത്തെ സമീപിച്ചതായിട്ടാണ് യൂറോപ്യൻ പണ്ഡിതന്മാർ തൊബരിയെ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അൽ മസൂദി. 896 ബാഗ്ദാദിൽ ജനിക്കുകയും 956 കെയ്റോയിൽ മരണപ്പെടുകയും ചെയ്ത അൽ മസൂദി അറബികളുടെ ഹെറഡോട്ടസ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹവും ചരിത്രത്തെ തിയോളജിക്കലായി തന്നെയാണ് കണ്ടത്. പക്ഷേ അൽ മസൂദിയുടെ ചരിത്രരചനയിൽ മറ്റുള്ള പണ്ഡിതന്മാരെ അപേക്ഷിച്ച് ചൈന, റോമൻ, ഇന്ത്യൻ അടക്കമുള്ള വിവിധ സാമ്രാജ്യങ്ങളെയും ഭൂപ്രദേശങ്ങളുടെയും അവിടുത്തെ ജിയോഗ്രഫിയും ചരിത്രവും ജിയോഗ്രഫിക്കൽ ഫീച്ചറുകളുമെല്ലാം കൂടുതൽ നന്നായി വിശദീകരിച്ച പണ്ഡിതനാണ് അൽ മസൂദി. അദ്ദേഹത്തിൻ്റെ മുറൂജുൽ ദഹബ് വൽ മആദിനുൽ ജൗഹർ എന്ന് പറയുന്ന രചനയിൽ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ തുടക്കവും പ്രപഞ്ചത്തിൻ്റെ ചരിത്ര രചനയും അടക്കം നിരവധി ഭാഗങ്ങൾ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പ്രദേശങ്ങളിലേക്ക് നടത്തിയ
അദ്ദേഹത്തിൻ്റെ യാത്രകൾ, ആ യാത്രകളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളെല്ലാം മുറൂജു ദഹബിൽ ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യ അടക്കം ഇന്ത്യ, ശ്രീലങ്ക, ചൈന, അനത്തോളിയ, അർമീനിയ, ജോർജിയ, കാസ്പിയൻ സീ, ഇൻഡസ് വാലി അടക്കമുള്ള വിവിധ വിശാലമായ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശിക്കുകയും അവിടുത്തെ വിശാലമായ ചരിത്രങ്ങളെല്ലാം മറ്റുള്ള അറബ് പണ്ഡിതന്മാർ സ്പർശിക്കാത്ത വിഷയങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ രചനയിൽ നമുക്ക് കാണുവാൻ കഴിയും. ബാബിലോണിയ അടക്കമുള്ള മുൻകാല സമൂഹത്തിൻ്റെ പുരാതന സാംസ്കാരിക ചരിത്രത്തെയും സരതുഷ്ടരായ തുടങ്ങിയ വിവിധ മതസമൂഹങ്ങളുടെ ചരിത്രത്തെയും അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. കിതാബ് തൻബീഹ് വൽ അഷ്റാഫ് എന്ന് പറയുന്ന മറ്റൊരു രചനയും ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അത് മുറൂജു ദഹബിൻ്റെ തന്നെ ഒരു ചെറിയ ഷോർട്ട് വെർഷനായിട്ടാണ് പിന്നീട് അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ രചനകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മുറൂജു ദഹബിൽ ഗ്രീക്ക്, റോമൻ, ഗ്രീക്ക് ഫിലോസഫി, അതുപോലെ തന്നെ ഈ സമൂഹങ്ങളിലെ അവരുടെ ഫെയ്ത്തുമായും വിശ്വാസമായും അവരുടെ മിത്തുമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള വിവാദപരമായ വിശദീകരണങ്ങൾ അദ്ദേഹം ഈ രചനയിൽ ഉൾപ്പെടുത്തിയതും പിൽക്കാലത്ത് ഇബ്നു ഖൽദൂൻ അടക്കമുള്ള പണ്ഡിതന്മാർ വിമർശിക്കാൻ കാരണമായിട്ടുണ്ട്. ആഫ്രിക്കയിലെയും തുർക്കി വംശജരുടെയും കുറിച്ചിട്ടുള്ള വിശദമായ സർവേ അടക്കം അദ്ദേഹം ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയതായി കാണുവാൻ കഴിയും. റഷ്യൻ സാമ്രാജ്യങ്ങളെക്കുറിച്ചും റഷ്യൻ സമൂഹത്തെക്കുറിച്ചും റഷ്യൻ ഭാഗത്തുള്ള ചുറ്റുപാടുമുള്ള ഉക്രൈൻ അടക്കമുള്ള വിവിധ രാഷ്ട്രങ്ങളെക്കുറിച്ചും വിശദമായി അദ്ദേഹത്തിൻ്റെ മുറൂജു ദഹബിൽ കാണുവാൻ കഴിയും. ഇസ്താംബുൾ എന്ന് പറയുന്ന പദപ്രയോഗം തന്നെ മുറൂജു ദഹബിലേക്ക് ട്രേസ് ചെയ്യപ്പെടുന്നതായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇസ്ലാമിക ചരിത്ര രചനയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ പണ്ഡിതന്മാർ നൽകിയ സംഭാവനകൾ. അതിൽ ആദ്യമായി നമുക്ക് എടുത്തു പറയേണ്ടത് അബു റൈഹാൻ അൽബിറൂനിയുടെ രചനകളെ കുറിച്ചിട്ടാണ്. 973 ഉസ്ബെക്കിസ്ഥാനിൽ ജനിക്കുകയും 1050 അഫ്ഗാനിൽ മരണപ്പെടുകയും ചെയ്ത അൽബിറൂനി 1017 ഇന്ത്യയിലേക്ക്, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റൽ ഭാഗത്തേക്ക് എത്തുന്നത്. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞ അദ്ദേഹം കിതാബുൽ ഹിന്ദ് എന്ന് വിളിക്കപ്പെടുന്ന, അതുപോലെ തന്നെ താരീഖുൽ ഹിന്ദ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന വിവിധ രചനകൾ അദ്ദേഹം എഴുതിയതായി കാണുവാൻ കഴിയും. ഇൻഡോളജിയുടെ പിതാവായും കമ്പാരിറ്റീവ് റിലീജിയൻ്റെ പിതാവായും ആദ്യത്തെ ആന്ത്രപ്പോളജിസ്റ്റായും അദ്ദേഹത്തെ ചരിത്ര പണ്ഡിതന്മാർ പരിഗണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തെയും ഇന്ത്യൻ ചരിത്രത്തെയും തന്നെ ഏറ്റവും കൂടുതൽ പഠിച്ച, സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതനെന്ന നിലയിൽ അദ്ദേഹത്തെ അൽ ഉസ്താദ് എന്ന രീതിയിൽ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാം. കിതാബുൽ മുസാമറ ഫി അഖ്ബാരിൽ ഖവാസിം, അതുപോലെ ആസാറുൽ ബാക്കിയ ഫി ഖുറൂനുൽ ഖാലിയ, തഹ്ഖീഖു മാലിൽ ഹിന്ദ്, ഹിസ്റ്ററി ഓഫ് ഗസ്നവി അടക്കമുള്ള വിവിധ രചനകൾ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഇന്ത്യയിലെ വിവിധ രചനകളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും ഹിന്ദു മത സമൂഹത്തിൻ്റെ വ്യതിരിക്തതകളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്തെല്ലാം ഇസ്ലാമിൻ്റെ ഒരു സുപ്രീമസിയെ, ഇസ്ലാമിൻ്റെ ഒരു ഔന്നത്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യൻ മതസമൂഹത്തെക്കുറിച്ചുള്ള വിശദമായ പഠനം എന്ന നിലയിൽ എഡ്യൂക്കേറ്റഡായ അൺഎഡ്യൂക്കേറ്റഡായ ഹിന്ദുക്കൾ എന്ന രീതിയിൽ ഒരു വേദ പഠനവുമായി ബന്ധപ്പെട്ട ഹിന്ദുക്കൾക്കിടയിലുള്ള സിവിലൈസ്ഡ് ആയ സൊസൈറ്റിയെ രണ്ടായി തരംതിരിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പോലും അൽബിറൂനി നടത്തുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇൻഡോളജി എന്ന വിജ്ഞാനശാഖയുടെ പിതാവായി അദ്ദേഹത്തെ ലോകം പരിഗണിക്കുന്നത്. പതഞ്ജലി അടക്കമുള്ള വിവിധ രചനകൾ അദ്ദേഹം അറബിയിലേക്കും വിവിധ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ പഠിക്കേണ്ട മറ്റൊരു പണ്ഡിതനാണ് ഇബ്നു ബത്തൂത്ത. 1304 മൊറോക്കോയിൽ ജനിക്കുകയും 1369 മരണപ്പെടുകയും ചെയ്ത ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ ലോകയാത്ര, അത് തുഹ്ഫത്തുൻ നുവാർ ഫിൽ ഗറായിബുൽ അംസാർ വൽ അജായിബ് എന്ന് വിളിക്കപ്പെടുന്ന അർ-റിഹ്ല എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഈ ട്രാവലോഗ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര രചനകളിലെ ഒരു ഭാഗമായി പരിഗണിക്കപ്പെടുന്നു.
1354 അദ്ദേഹം മൊറോക്കോയിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരിയുടെ ആവശ്യപ്രകാരം യാത്ര തിരിക്കുന്നത്. ലോകത്തെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയും കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ സന്ദർശിച്ച് ഇവിടുത്തെ സാമൂഹ്യ ജീവിതവും മുസ്ലിം ജീവിതവും പ്രത്യേകിച്ചും പരാമർശിക്കുകയും ചെയ്ത ഇബ്നു ബത്തൂത്തയുടെ ജീവിതം യഥാർത്ഥത്തിൽ മുഗൾ സൽത്തനത്തിന് മുമ്പേ ഡൽഹി സൽത്തനത്തുകളുടെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഒരുപക്ഷെ മുഹമ്മദ് തുഗ്ലക്കിനെ തുഗ്ലക്കിയൻ പരിഷ്കാരം എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ചേർക്കപ്പെടുന്ന അപഹസിക്കപ്പെടുന്ന ആ പദപ്രയോഗം പോലും രൂപപ്പെടുന്നത് അർഹില എന്ന് പറയുന്ന രചനയിൽ നിന്നാണ് എന്നുള്ളതാണ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ തുഗ്ലക്കുമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണത്താൽ ഇദ്ദേഹത്തോട് വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി അദ്ദേഹം അപഹസിക്കുവാൻ വേണ്ടി ചേർത്ത പദപ്രയോഗമാണ് തുഗ്ലക്കിയൻ ഭരണപരിഷ്കാരം എന്ന രീതിയിൽ പണ്ഡിതന്മാർ എഴുതുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അമീർ ഖുസ്രു. പ്രമുഖ സൂഫി വര്യനായ നിസാമുദ്ദീൻ ഔലിയുടെ ശിഷ്യനായിരുന്ന അമീർ ഖുസ്രു 1253 ജനിക്കുകയും 1325 മരണപ്പെടുകയും ചെയ്ത പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. ഉറുദു അതുപോലെ തന്നെ പേർഷ്യൻ സാഹിത്യരംഗത്തും സംഗീത ലോകത്തും ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ഖീറാനു സഅദൈൻ എന്ന രീതിയിൽ പ്രധാനപ്പെട്ട മസ്നവികൾ നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം അധികവും മസ്നവികളാണ്. അത് അന്നത്തെ നിലവിലുള്ള സമൂഹത്തിലെ പ്രധാനപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാരെ കുറിച്ച് എഴുതിയ രചനകളാണ് അധികവും ഇദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഖീറാനു സഅദൈൻ എന്ന് വിളിക്കപ്പെടുന്ന രചന അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായ ബുഖ്റാ ഖാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മൊയ്സുദ്ദീൻ ഖൈഖുബാദുമായി കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചുള്ള രചനയാണ് മസ്നവി. മറ്റൊരു രചനയാണ് മിഫ്താഹുൽ ഫുതൂഹ്, അതായത് ജലാലുദ്ദീൻ ഖിൽജിയുടെ യുദ്ധ വിജയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു മസ്നവിയാണ് മിഫ്താഹുൽ ഫുതൂഹ്. ഖസായിനുൽ ഫുതൂഹി എന്നത് അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു രചനയാണ് ഖസായിനുൽ ഫുതൂഹ്. സാഖിയാന എന്ന് പറയുന്ന രചന മുബാറക് ഷാ ഖിൽജിയുടെ കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ മസ്നവിയാണ് സാഖിയാന എന്ന് പറയുന്ന രചന. ദുവൽ റാണി ഖിസിർ ഖാൻ എന്ന് പറയുന്ന രചന ദുവൽ റാണിയും ഖിസിർ ഖാനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ ട്രാജഡികളെക്കുറിച്ചും വിശദീകരിക്കുന്ന രചനയാണ്. അഫ്സലുൽ ഫവായിദ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു രചനയും അമീർ ഖുസ്രുവുമായി ബന്ധപ്പെട്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന നിസാമുദ്ദീൻ ഔലിയയുടെ പഠനങ്ങളെ സമീകരിച്ചുകൊണ്ട് അദ്ദേഹം ശേഖരിച്ചുകൊണ്ട് എഴുതിയ രചനയാണ് അഫ്സലുൽ ഫവായിദ്. നൂഹ് സിഫർ എന്ന് പറയുന്ന മറ്റൊരു രചനയും കൂടി ഇന്ത്യൻ കൾച്ചറിനെയും അന്നത്തെ ഡൽഹി സൽത്തനത്തിൻ്റെ കാലത്തിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ ചലനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടെഴുതിയ മസ്നവിയാണ് നൂഹ് സിഫർ. ഈ തരത്തിൽ വിവിധ ചരിത്രപരമായ രചനകളെ സാഹിത്യ ഭാഷയിൽ അതിസുന്ദരമായി എഴുതിയ മസ്നവികൾ എഴുതിയ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അമീർ ഖുസ്രു. മറ്റൊരാളാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദി. ഇസ്ലാമിക ലോകത്ത് തന്നെ വിശിഷ്യ ഇന്ത്യൻ മത സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദി. 1564 ജനിക്കുകയും 1624 സർഹിന്ദിയിൽ ജനിക്കുകയും ചെയ്ത അദ്ദേഹം 1624 മരണപ്പെടുകയും ചെയ്ത അദ്ദേഹം നിരവധി രചനകൾ നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അന്ന് ആ സമൂഹത്തെ ഷിഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉയർന്നു വന്ന വിവിധ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ റദ്ദെ റവാഫിസ് എന്ന് പറയുന്ന രചന അന്നത്തെ പ്രധാനപ്പെട്ട രചനകളിൽ ഒന്നാണ്. അദ്ദേഹം വിവിധ പണ്ഡിതന്മാർക്ക് എഴുതിയ മക്തൂബാത്ത്, അതുപോലെ തന്നെ മബദ വൽ മആദ്, മക്ഷഫാത്തെ മൊയ്നിയ, മാരിഫുൽ അടക്കമുള്ള വിവിധ രചനകൾ, അതുപോലെ തന്നെ ബാഖിബിലെ കുറിച്ച് അദ്ദേഹം എഴുതിയ വിവിധ രചനകളും മൽഫൂദാത്തുകളും സർഹിന്ദിയുടെ രചനകളിലെ പ്രധാനപ്പെട്ട രചനകളായി നമുക്ക് കാണുവാൻ കഴിയും. ഈ രചനകളിലെല്ലാം അന്നത്തെ സമൂഹവുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ചരിത്ര സംഭവങ്ങളുടെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അബുൽ ഫസൽ ഇബ്നു മുബാറക്. 1551 ജനിക്കുകയും 1602 മരണപ്പെടുകയും ചെയ്ത അബുൽ ഫസൽ അക്ബർനാമ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ മധ്യകാല ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്ന രചന അദ്ദേഹമാണ് എഴുതിയത്. തൈമൂറിൻ്റെ ചരിത്രം മുതൽ ഹുമയൂണിൻ്റെ ചരിത്രം വരെയും പിന്നീട് 1602 വരെയുള്ള അക്ബറിൻ്റെ ഭരണം വരെയും ഉൾക്കൊള്ളുന്ന രചനയാണ് അക്ബർനാമ. അക്ബർനാമയിലെ 3ാമത്തെ വാള്യത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് ആയിനെ അക്ബരി. ഈ രചനയിൽ അക്ബറിൻ്റെ ആ കാലഘട്ടത്തിലെ വിവിധ തരത്തിലുള്ള ഭരണനിർവഹണയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ ഈ ആയിനെ അക്ബരിൽ തന്നെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ തന്നെയുള്ള, അതായത് ഇബ്നു അബുൽ ഫസലിനെ കുറിച്ച് തന്നെയുള്ള വിശദീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രവും ബയോഗ്രഫിയും ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വേറെയും രചനകൾ ഉണ്ട്. വിവിധ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും അയച്ച സ്വകാര്യ കത്തുകൾ, പ്രൈവറ്റ് ലെറ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ചരിത്രം പഠിക്കുവാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രചനകളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻഷായ അബുൽ ഫസൽ എന്ന് വിളിക്കപ്പെടുന്ന വിവിധ ഭരണകർത്താക്കൾക്കുള്ള അക്ബറിനും അതുപോലെ തന്നെ ഇറാനിലെ സഫവി ചക്രവർത്തിയായിരുന്ന ഷാ അബ്ബാസിലടക്കമുള്ള വിവിധ ഭരണകർത്താക്കൾക്കും അദ്ദേഹം നൽകിയ കത്തുകളും ഇന്ത്യൻ മധ്യകാലഘട്ടത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ചരിത്രം പഠിക്കുവാൻ ഉപയോഗിക്കാൻ പറ്റുന്ന രചനകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അബ്ദുൽ ഖാദർ ബദായുനി. 1540 ബദായുനിൽ ജനിക്കുകയും 1605 ആഗ്രയിൽ മരണപ്പെടുകയും ചെയ്ത അബ്ദുൽ ഖാദർ ബദായുനി ആ ഒരു കാലഘട്ടത്തിൽ മുഗൾ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മുഫ്തിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. മുൻതഖബാത്തുൽ തവാരിഖ് എന്ന് വിളിക്കപ്പെടുന്ന ബദായുനിയുടെ രചന ബാബർ, ഹുമയൂൺ കാലഘട്ടത്തിലെ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഭാഗമാണ്. 1ാമത്തെ ഭാഗത്തിൽ ഈ ഒരു ഘട്ടമാണ്, അതായത് മുഗൾ രാജവംശത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ വിശദീകരിക്കുന്നതാണ് 1ാമത്തെ വാള്യം. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാഗം അക്ബർ മുതൽ 1595 വരെയുള്ള ചരിത്ര സംഭവങ്ങളെ വിശദീകരിക്കുന്ന ഭാഗമാണ് 2ാമത്തെ വാള്യം. ഈ ഒരു 2ാം ഭാഗത്തിൽ അക്ബറിൻ്റെ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ദീനെ ഇലാഹിനെ കുറിച്ചും ആ ഒരു സമയത്തെ മത സാമൂഹിക ചരിത്രത്തെക്കുറിച്ചുമുള്ള വിവിധ ചരിത്ര നിമിഷങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയതായി കാണുവാൻ കഴിയും. ശേഷം ജഹാംഗീറിനെ കുറിച്ച്, അക്ബറിൻ്റെ പുത്രൻ ജഹാംഗീറിനെ കുറിച്ചുമുള്ള വിവിധ രചനകളും അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ബദായുനിയുടെ മറ്റൊരു രചനയാണ് കിതാബുൽ ഹദീസ്. വിവിധ സമൂഹത്തിൻ്റെ ചരിത്രത്തെയും ഹദീസുകളെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളും അതിൻ്റെ അകത്ത് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ താരിഖുൽ അലിഫ്, ഹിസ്റ്ററി ഓഫ് മില്ലേനിയം എന്ന നിലയിൽ അക്ബറിൻ്റെ തന്നെ ആവശ്യപ്രകാരം ഹിജ്റയുടെ ഒരു മില്ലേനിയം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് അക്ബറിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതിയ രചനയാണ് താരിഖുൽ അലിഫ്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെയും വേറെ രചനകളും, അതായത് നജാത്തുർ റഷീദ്, റഷീദുദ്ദീൻ ഹമദാനി എന്ന് വിളിക്കപ്പെടുന്ന അന്ന് പേർഷ്യൻ ഭാഗത്തെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കളിൽ ഒരാളായും അതുപോലെ തന്നെ പണ്ഡിതനുമായ റഷീദുദ്ദീൻ ഹമദാനിയെക്കുറിച്ച് എഴുതിയ രചനയാണ് നജാത്തുർ റഷീദ് എന്ന് പറയുന്ന രചന. ഇതുപോലെ നിരവധി രചനകളും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വിവിധ കാലങ്ങളിൽ രചിക്കപ്പെട്ടതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിക ഹിസ്റ്റോറിയോഗ്രഫിയിൽ, ഇസ്ലാമിക ചരിത്ര രചനാ മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം നിരവധി പണ്ഡിതന്മാർ, തൊബരി അടക്കമുള്ള ഇബ്നു ഇസ്ഹാഖ്, ഇബ്നു ഹിഷാം, അതുപോലെ തന്നെ പിന്നീട് ഇബ്നു കസീർ, ഇബ്നു അസീർ, ഇബ്നു ഖൽദൂൻ, അങ്ങനെ വിവിധ തുനീഷ്യൻ പണ്ഡിതന്മാരും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ പണ്ഡിതന്മാരും നിരവധി നൂറ്റാണ്ടുകളിലൂടെ ഇസ്ലാമിക ചരിത്ര രംഗത്തെക്കുറിച്ചുള്ള നിരവധി രചനകൾ നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു മേഖലകളിൽ, ഹിസ്റ്റോറിയോഗ്രഫി എന്ന മേഖലയിൽ ഇത്രയും അതുല്യമായ സംഭാവനകൾ അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ലോക തലത്തിൽ ഹിസ്റ്റോറിയോഗ്രഫി മുസ്ലിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വിവിധ പണ്ഡിതന്മാർ പറയുന്നതും ഈ ഒരു അർത്ഥത്തിലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.